ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഇവിടെ ഒരു കുൽഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും കുൽഫിയല്ല, മാംഗോ കുൽഫി. അങ്ങനെ മാംഗോ കുൽഫി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ പാല് വേണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് തിളപ്പിച്ച് വറ്റിച്ച് 1/2 ലിറ്ററാക്കി എടുക്കണം. പിന്നെ ഇതിലോട്ട് മധുരത്തിനായിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനാണെങ്കിൽ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കി, അന്നേരം എനിക്ക് മധുരം കുറവായിട്ട് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ ഇത് ഫുള്ള് ചേർത്ത്. എന്നിട്ട് ഇത് ഫുള്ള് ചേർത്തിട്ട് കുറച്ച് നേരം കൂടെ അടുപ്പത്ത് വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് നേരം കൂടെ കുറുക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അങ്ങനെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്ക പൊടി ചേർക്കണം. ഞാൻ അതിനായിട്ട് തൊലി കളഞ്ഞിട്ടുള്ള ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് ഇത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടാനാണ്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ പാലിൻ്റെ മിക്സിലോട്ട് ചേർക്കാവുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കുക. പിന്നീട് ഫ്രണ്ട്സ്, എൻ്റെ കൈ ആണെങ്കിൽ ചെറുതായിട്ട് മുറിഞ്ഞ് കണ്ടില്ലേ, ചെറിയൊരു മുറിവാണ്. പക്ഷേ ഇതെങ്ങനെ പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ ഈ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കുറച്ച് അതിനകത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് കുറച്ചൊക്കെ പറ്റിയിരിക്കുന്നത്. ഞാൻ കൊതി കൊണ്ടാണെങ്കിൽ ഇതിങ്ങനെ കൈ വെച്ച് തോണ്ടി കഴിച്ച്. അന്നേരം ഇതിൻ്റെ വക്ക് കണ്ടോ, ബ്ലേഡ് പോലെ ഇരിക്കുമോ. ആ സംഭവം കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞ്. നിങ്ങളാരെങ്കിലും ഇതെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. പിന്നെ ഞാനിവിടെ ആണെങ്കിൽ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഐസ്ക്രീം സ്റ്റിക്കിന് പകരം ഐസ്ക്രീം സ്റ്റിക്ക് ഞാൻ കടയിൽ വെച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ ഇവിടെ നട്ട്സ് ആണെങ്കിൽ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന ആ മിക്സിലോട്ടാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. കാരണം ഇത് അടിക്ക് പോയിട്ട് കിടക്കും. അന്നേരം നമ്മൾ ഇത് ആ മോൾഡിൽ ഒഴിക്കാൻ നോക്കുമ്പോഴാണെങ്കിൽ ഇത് പലയിടത്തായിട്ട് കിടക്കും. അതുകൊണ്ടാണ് മിക്സ് ചെയ്ത് എടുക്കാൻ പറയുന്നത്. അങ്ങനെ ഇത് നല്ല രീതിയിൽ മിക്സ് എടുക്കുന്നുണ്ട്. പിന്നീട് ഞാനാണെങ്കിൽ ഇത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചരുവത്തിൽ വെള്ളം വെച്ചിട്ടാണ് ഇത് തണുപ്പിക്കാൻ വെച്ചത്. ഇവിടെ നമ്മൾ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മാങ്ങ നമുക്കിനി പേപ്പർ കപ്പിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പേപ്പർ കപ്പ് എടുക്കാൻ കാര്യം, എൻ്റെ കയ്യിൽ കുൽഫിയുടെ മോൾഡില്ല. അന്നേരം ഞാൻ ഗൂഗിൾ ജെമിനി എടുത്ത് ചോദിച്ച്, എൻ്റെ കയ്യിൽ കുൽഫി മോൾഡും ഇല്ല, ഐസ്ക്രീം സ്റ്റിക്കും ഇല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന്. അന്നേരമാണ് ഗൂഗിൾ ജെമിനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പേപ്പർ കപ്പും സ്പൂണും നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് ഇതിന് പകരം. അങ്ങനെയാണ് ഞാൻ അതെടുത്തത്. ഇനി നമുക്ക് ഇതിലെല്ലാത്തിലും കുറച്ച് നട്ട്സും കൂടെ വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ അരച്ചെടുക്കാം. മാങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത മിക്സ് ആണെങ്കിൽ നമുക്ക് നേരത്തെ തണുപ്പിക്കാൻ വെച്ചിരുന്ന പാലിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ അരച്ചെടുത്ത മിക്സ് ആണെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് കട്ടയൊന്നും വരാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പേപ്പർ കപ്പിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒഴിച്ച് ഏകദേശം എല്ലാത്തിലും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണൂടെ വെച്ച് കൊടുക്കുക. അങ്ങനെ സ്പൂണൂടെ വെച്ച് നമ്മുടെ സാധനം ഇവിടെ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ സിൽവർ ഫോയിലാണ് മേടിക്കാൻ എൻ്റെ വീട്ടിലുള്ളവരോട് പറഞ്ഞു വിട്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു വിട്ട ആളാണെങ്കിൽ എനിക്ക് സിൽവർ കവറാണ് മേടിച്ചു കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അങ്ങനെ ഞാനാണെങ്കിൽ ആ കവറിൻ്റെ സൈഡിൽ കണ്ടേ ഇതുപോലൊരു ഹോളിട്ടിട്ട് അത് അതിനകത്ത് ഇറക്കി വെച്ച്, അങ്ങനെ ഇറക്കിയൊക്കെ വെച്ച് ഇതുപോലെ ഇറക്കി വെച്ച് സ്പൂൺ വെച്ചിട്ട് ഇനി സൈഡിൽ റബ്ബർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റബ്ബറും കൂടെ ഇട്ട് നല്ല സെക്യൂറായിട്ട് വെച്ചിട്ടുണ്ട്. അടിക്കും ഒരു റബ്ബർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മറിഞ്ഞു അതാണ് താഴെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ മൊത്തം 8 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അങ്ങനെ 8 കുൽഫി ഇത് നമുക്ക് മിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്കിനി വെയിറ്റ് ചെയ്യാം ഇതെങ്ങനെയാണ് റിസൾട്ടെന്ന്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കുൽഫി ഇവിടെ ഏകദേശം റെഡി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ചെറുതായിട്ട് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കുൽഫി ഇവിടെ സെറ്റായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഇല്ലാഞ്ഞിട്ട് പോലും ഇതിങ്ങനെ സെറ്റാക്കി എടുത്തല്ലോ എന്ന് ആലോചിച്ചിട്ട് ഐ പ്രൗഡ് മൈ സെൽഫ്.
അത് നിങ്ങൾക്ക് എത്ര പേർക്കിത് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നമ്മളൊരു കാര്യം സക്സസ് ആവുമെന്ന് അറിയാൻ വയ്യാതും ചെയ്തിട്ട് അത് സക്സസ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല. അതാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിന് മേലെ ഞാൻ നേരത്തെ കുറച്ച് അരിഞ്ഞു വെച്ചിരുന്ന പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ ഫ്രണ്ട്സ്.